ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു റെസിപ്പി ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും BP കുറയ്ക്കുന്നതിനും വണ്ണം കുറയ്ക്കുന്നതിനും എല്ലുകൾക്ക് ബലം കൂട്ടുന്നതിനുമൊക്കെ വളരെ നല്ലതാണ്. ഇതുമാത്രമല്ല, ദഹനക്കുറവ് പരിഹരിക്കുന്നതിനും സ്ട്രെസ്സ് മാറ്റി നല്ല ഉറക്കം ലഭിക്കുന്നതിനുമൊക്കെ ഈ ഒരു ഭക്ഷണം തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 50 ഗ്രാം ഫോക്സ് നട്ടാണ് എടുത്തിരിക്കുന്നത്. താമരക്കുരു, മഖാന, ഫോക്സ് നട്ട് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. നല്ല കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനും ആൻറ്റിഓക്സിഡൻറ്റുകളും ധാതുക്കളായ മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം എന്നിവയും ധാരാളമായി ഇതിലടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഒരു ഭക്ഷണമാണ് ഫോക്സ് നട്ട്. അതുകൊണ്ട് പ്രമേഹമുള്ളവർക്ക് ഷുഗർ കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ല ഭക്ഷണമാണ് ഈ ഫോക്സ് നട്ട്. ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് കൂടുതൽ എടുക്കരുത്, 1/4 ടീസ്പൂൺ മാത്രം മതിയാകും. ഇനി ഈ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫോക്സ് നട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. 2-3 സെക്കൻഡ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റുക. ഞാനിത് ഒരാൾക്ക് വേണ്ടിയുള്ള ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കുന്നത്. 50 ഗ്രാം ഫോക്സ് നട്ടിൽ 180 കലോറിയാണുള്ളത്. കലോറി തീരെ കുറവും പ്രോട്ടീൻ കൂടുതലുമുള്ള നല്ലൊരു ഭക്ഷണമാണ് മഖാന. അടുത്തതായി ഇതിലേക്ക് കൊഴുപ്പ് കുറഞ്ഞ 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് നന്നായി കട്ടകൾ ഉടച്ചെടുക്കണം. ഇനി ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മധുരത്തിനായി 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം ചിയ സീഡാണ്. 1 ടീസ്പൂൺ ചിയ സീഡ് അല്പം വെള്ളത്തിൽ 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിരുന്നു. അതാണിത്. ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഒരു ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 10 മിനിറ്റ് നേരം ഇത് മാറ്റി വയ്ക്കണം. അതിനുശേഷം മാത്രമേ ഇത് കഴിക്കാവൂ. അല്പനേരം മാറ്റി വയ്ക്കുമ്പോൾ ഈ മഖാന നല്ല സോഫ്റ്റ് ആകും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും നല്ല ദഹനത്തിനും യുവത്വം നിലനിർത്തുന്നതിനും എല്ലുകളുടെ ബലത്തിനുമൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു റെസിപ്പി. ദഹനത്തിന് ആവശ്യമായ നല്ല ബാക്ടീരിയകളാണ് തൈരിലുള്ളത്. മാത്രമല്ല, ചിയ സീഡിൽ ഫൈബർ ധാരാളമായിട്ടുണ്ട്. ഈ ഒരു ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നല്ലൊരു ഫുൾനെസ് ആണ് ലഭിക്കുന്നത്. വിശപ്പ് അനുഭവപ്പെടില്ല. അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഭക്ഷണത്തിന് പകരമായോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. ധാരാളം പോഷക ഗുണങ്ങളടങ്ങിയ നല്ലൊരു ഭക്ഷണമാണ് മഖാന. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഹെൽത്തി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് സിനീസ് കിച്ചൺ മെമ്മറീസ്.